ഇനി ഒരു സാധ്യത എന്താണ്? ഇനി ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്കിന് പാകിസ്ഥാൻ ശ്രമിക്കുമോ? പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പാകിസ്ഥാന്റെ പുറകിൽ വരാൻ പോകുന്ന അമേരിക്കയും ചൈനയും രണ്ടുപേരും വരും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നാലും മതി. നേരത്തെ ഇതിൻ്റെ അകത്ത് ചൈനയായിരുന്നു പാകിസ്ഥാനെ പറഞ്ഞു ഈ ഒരു പെഹൽഗാം ഇൻസിഡന്റിന് വേണ്ടി പാകിസ്ഥാനെ നിർബന്ധിച്ചതെങ്കിൽ ഇനി അത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വന്നുകൂടായില്ല. കാരണം ഒരൊറ്റ യുദ്ധം കൊണ്ട് ഈ ഒരു 3 ദിവസം കൊണ്ട് ഗ്ലോബൽ മിലിറ്ററി പവറിന്റെ അകത്ത് ഒന്നുമല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒന്നുമല്ലായില്ല, ഒരു 6ലോ 7ലോ വേണമെന്നുണ്ടെങ്കിൽ റാങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ 3ാമതെത്തി. ഒരു പരിധി വരെ റഷ്യയെ കാട്ടി മുകളിൽ പോയി. റഷ്യ ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് മാത്രമല്ല, റഷ്യയുടെ ഒത്തിരി റിസോഴ്സസ് പോയി, ഉക്രൈന്റെ ഒത്തിരി റിസോഴ്സസ് പോയി, റഷ്യയുടെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസും എല്ലാവരും എല്ലാം, അല്ലാതെ പൈസ, ആയുധം, മനുഷ്യര്, S-400 വരെ അടിയിട്ടെന്ന് തോന്നുന്നു. പിന്നെ യുക്രൈനിന്റെ ഡ്രോൺ ആക്രമണത്തിൽ S-400 പിടിച്ചെന്നില്ല. അതല്ലേ പറഞ്ഞത്, റഷ്യയില് ഡ്രോൺ ആക്രമണം നടന്നപ്പോ, ഉക്രൈന്റെ ആക്രമണം നടന്നപ്പോ S-400 മുഴുവൻ പിടിച്ചെന്നില്ല. കാരണം S-400 ഒരേ സമയം 80 ടാർഗറ്റുകളെ മാർക്ക് ചെയ്യും. അതിന്റെ അകത്ത് 36 എണ്ണത്തിനെ മാത്രമേ എൻഗേജ് ചെയ്യാൻ പറ്റൂ. ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് കയറി വന്ന 500 ഡ്രോണാണ് ഒരേ സമയം കയറി വന്നത്. അതാണ് നമ്മൾ അടിച്ചിട്ടത്.